ജപ്പാനിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻ്റ് ആട്ടോ ഇത്. ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. ആ കാണുന്ന ആട്ടോ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന നെൽപ്പാടം. കയറി വരുമ്പോൾ തന്നെ കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ സൈക്കിൾ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇതൊരു ചെറിയ അപ്പാർട്ട്മെൻ്റ് ആണ്. 2 നിലയേ ഉള്ളൂ ഇതിന്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ടൊരു നോട്ടീസ് ബോർഡ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വർക്ക് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ റൂം ഓട്ടോമാറ്റിക് ലോക്കുള്ള റൂമാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഇൻ്റർകോം. അതിനകത്ത് ക്യാമറയാണ് നടുക്ക് കാണുന്നത്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതിൻ്റെ സ്പീക്കറും തൊട്ടിപ്പുറത്ത് വലതുവശത്ത് കാണുന്നത് അതിൻ്റെ ഡോർബെല്ലുമാണ്. എല്ലാ ജാപ്പനീസ് അപ്പാർട്ട്മെൻറ്റ്സിനും മെയിൽ ബോക്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഞങ്ങളുടെ മെയിൽ ബോക്സ്. ഇപ്പോൾ നമ്മുടെ സൈനൊന്നും ആവശ്യമില്ലാത്ത ലെറ്ററൊക്കെ വരികയാണെങ്കിൽ അവർ ഇതിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങ് പോവും. നമ്മളെ വിളിക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ലോക്കാണ് ഞങ്ങളുടെ ഡോറ്. ഇവിടെ നമ്മൾ പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ അടിക്കണം. എന്നിട്ട് ആ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡോറ് അൺലോക്ക് ആവും. ഞാനിപ്പോൾ പിൻ ടൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ടിക്ക് മാർക്ക് പ്രസ് ചെയ്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ആവുന്നത് ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാമേ. കയറി വരുമ്പോൾ തന്നെ കാണുന്ന നമ്മുടെ കെൻകൻ ഏരിയയാണ്, നമ്മുടെ ചെരുപ്പ് അഴിച്ചു വെക്കാനുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് വലതുവശത്തായിട്ട് ഫസ്റ്റ് തന്നെ ഉള്ളത് ഞങ്ങളുടെ ടോയ്ലറ്റാണ്. ചെറിയ അപ്പാർട്ട്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷൂ റാക്കൊന്നും ഇല്ല കേട്ടോ. താഴെ കാണുന്ന ഈ വലിയ ബോക്സ് കുറച്ചുകൂടെ വലിയ പാഴ്സലൊക്കെ വെക്കാനുള്ള കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ നമ്മുടെ നാട്ടിലൊരു ഡൈനിങ് ഹോളിൻ്റെ ഒക്കെ അത്ര സ്പേസ് ഉള്ളൂ കേട്ടോ. ജപ്പാൻകാർ അത്രയും ചെറിയ സ്പേസിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. ഇത് ഞങ്ങളുടെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഈ ഫ്ലഷ് ചെയ്യുമ്പോൾ ഈ മുകളിലൊരു വാഷ് ബേസിൻ പോലെയുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഫ്ലഷ് ചെയ്യുമ്പോൾ വരും. ചിലത് അവിടെ പൈപ്പായിട്ടുള്ളത് ഉണ്ടായിരിക്കും. വെള്ളം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളം വന്നിട്ട് ഫ്ലഷ് ടാങ്കിൽ ഫില്ലാവും. ഇത് ടോയ്ലറ്റിൻ്റെ ഓപ്ഷൻസ് ആണ്. ഈ റെഡ് ബട്ടൺ എന്ന് പറയുന്ന സ്റ്റോപ്പാണ്. തൊട്ടപ്പുറത്ത് കാണുന്നതെന്ന് പറയുന്നത് ബാക്ക് വാഷ് ചെയ്യാനുള്ളത്, മറ്റേത് ഫ്രണ്ട് വാഷ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ വാട്ടർ വരുന്നതിൻ്റെ പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ടോയ്ലറ്റ് കഴിഞ്ഞ് ഈ നേരെ കാണുന്ന ഡോറ് നമ്മുടെ റൂമിൻ്റെ ഡോറാണ്. വലതുവശത്തായിട്ടാണ് നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ബാത്റൂമും ഒക്കെ ഉള്ളത്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഷൂ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ കിച്ചൺ ഐറ്റംസോ കാര്യങ്ങളൊക്കെ വെക്കാം. ഞാനിതിലെപ്പോഴും കിച്ചണിൽ യൂസ് ചെയ്യുന്ന പൊടികളും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് ഇവിടെ. ഈ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ചൊക്കെ ഫർണിഷ്ഡാണ് കേട്ടോ. അതായത് നമ്മുടെ ഓവൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC അതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ചെറിയൊരു ടേബിളും 2 ചെയറും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള. ഇത്രയും ചെറിയ അടുക്കള നാട്ടിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ. നമ്മൾ നാട്ടിൽ അടുക്കളയ്ക്ക് സ്പേസ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് വെജിറ്റബിളൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ പോലും ഒരു സ്പേസ് ഇല്ല. ജസ്റ്റ് സ്റ്റവും തൊട്ടപ്പുറത്ത് ചെറിയൊരു സിങ്കും മാത്രമേ ഉള്ളൂ. താഴെ കുറച്ച് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റവ്. 2 അടുപ്പുണ്ട്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഫാന്, ലൈറ്റ് എല്ലാ ഓപ്ഷൻസും ഈ അടുപ്പ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിങ്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് ചെറുതാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും നമുക്ക് അധികം സ്പേസ് ഒന്നുമില്ല. ഈ അപ്പാർട്ട്മെൻറ്റിലായിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആ ഹാങ് ചെയ്യുന്ന ട്രാഷ് ക്യാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഷോർട്സിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഡോറിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ, കത്തി വെക്കാനുള്ള സ്പേസ് ആട്ടോ. എല്ലാ ജാപ്പനീസ് അപ്പാർട്ട്മെൻറ്റിലും ഈ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. കാരണം അവർ വെറൈറ്റി ആയിട്ടുള്ള കത്തികൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഓരോന്ന് കട്ട് ചെയ്യാൻ ഓരോ കത്തികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ഇതിനകത്ത് ചൂടുവെള്ളവും പച്ചവെള്ളവും വരും. നമുക്ക് അതൊക്കെ അവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ബാത്തബാണുള്ളത്. അതുപോലെ തന്നെ അവിടെ ഞാൻ ഓപ്ഷൻസ് കാണിക്കാൻ മറന്നു കേട്ടോ. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ എക്സോസ്റ്റ് ടൈമർ ഇട്ടിട്ട് വെക്കാൻ പറ്റും നമുക്ക് എത്ര സമയം വേണം എന്നുള്ളത്. അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിട്ട് സോപ്പ് പൊടിയും ഡിറ്റർജൻറ്റൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഡോറ്. ഈ റൂമിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളും ചെറിയൊരു കുഞ്ഞ് ടേബിളും അതുപോലെ തന്നെ 2 ചെയറും ഉണ്ട്. അതുപോലെ തന്നെ ഒരു TV ഉണ്ട്. ഇതൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ഡിസ്പോസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടിയും വരും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. നേരെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നെൽപ്പാടം കാണാൻ പറ്റുമെന്ന് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന നെല്ല് കൊയ്ത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള കതിരും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തൊക്കെ വേറെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. ഈ കാണുന്നൊരു ചെറിയ റോഡാണ്. അത് കൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോവും.
ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ അല്ല കേട്ടോ, ഫസ്റ്റ് ഫ്ലോർ. ജപ്പാനിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെയാണ്. ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട് ഓരോ അപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും. ഇവിടെ നമുക്ക് തുണി വിരിക്കാൻ വേണ്ടിയിട്ട് കയറ് കെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഹാങ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് കണ്ടോ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് അപ്സ്റ്റെയർ ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ പോയിട്ട് കിടക്കാൻ പറ്റും, അവിടെ ബെഡൊക്കെ ഇടാൻ പറ്റും. ഇതാണ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ കേട്ടോ റൂമിൻ്റെ. മുകളിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് അഴിച്ചു വെക്കാൻ പറ്റും, ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് കൂടെ കയറി നമുക്ക് മുകളിൽ പോയി കിടക്കാം. മുകളിൽ ഇതേ കണ്ടോ, ടി വി ഒക്കെ വെക്കാൻ വേണ്ടി ടി വിയോ സ്റ്റോറേജ് ആയിട്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇതേവിടെ കർട്ടൺ ഒക്കെ ഉണ്ട്. ആ കർട്ടൺ അതുപോലെ തന്നെ ആ ഗ്ലാസ് നമുക്ക് നീക്കാനും പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർട്ടൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. തൊട്ടിപ്പുറത്തും കുറച്ച് അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അങ്ങനെ കൈയെത്തൊന്നുമില്ലല്ലോ. അത് കാരണം ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെയറിനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അതിനെടുത്തിട്ട് അപ്പുറത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കൊളത്തി വയ്ക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇൻ്റർകോം. ഉള്ളിനകത്തോട്ട് കോള് വരും എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ ഞാനൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഇൻ്റർകോം. ഇവിടെ നമുക്ക് കോള് വരും, പുറത്ത് ആരാന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് 2 വലിയ ഷെൽഫാണുള്ളത്. സ്ലൈഡിങ് ഡോറാണുള്ളത്. അധികം സെപ്പറേഷനൊന്നുമില്ല. ജപ്പാനിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ നാട്ടിലെ അലമാരയ്ക്കകത്ത് കുറേ തട്ടൊക്കെ ആയിട്ട് ഉപയോഗിച്ച് ശീലമുള്ള നമുക്കിവിടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പം ഇങ്ങനെ ഹാങ് ചെയ്യുന്നിടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാം. പക്ഷേ നമ്മുടെ ടവല് അതുപോലെ തന്നെ സോക്സ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഡൈസോന്നൊക്കെ ഓർഗനൈസർ പല ടൈപ്പ് ക്ലോത്ത് ഓർഗനൈസ് ചെയ്യാനോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. നമ്മളതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് എത്തില്ല എന്ന് പറഞ്ഞല്ലോ, ഇവിടെയാണ് കേട്ടോ അപ്പുറത്തുള്ള സ്റ്റെപ്പിനെ കൊണ്ടുവന്നാണ്ട് കൊളത്തി വെക്കുന്നത്. ഇവിടെ നിന്ന് ഇതിങ്ങനെ ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അത് അഴിച്ചെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് അവിടെ വേണമെങ്കിലും കയറിയിട്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. വലിയൊരു കണ്ണാടി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടി വിയും ഒരു ടേബിളും, ഈ ടി വിൻ്റെ കൂടെ തന്നെ ടേബിളും ഈ അപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എ സിയും ബൾബും ഒക്കെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുതിയ അപ്പാർട്ട്മെൻറ്റ് വീഡിയോ ഇട്ടതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ ബൾബും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ പോയി വാങ്ങിക്കുകയാണ് ചെയ്തത്. ശരിക്കും നമുക്ക് ഇങ്ങനെ ഉള്ളത് വാങ്ങിക്കുന്നതാണ് കുറച്ചൊക്കെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവുക അല്ലെങ്കിൽ വേറെ അപ്പാർട്ട്മെൻറ്റ് മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്സ്റ്റെയറിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കേട്ടോ കാണിച്ചു തരാമേ. അതിനകത്തും ടി വി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആ കാണുന്ന സ്ക്വയർ പോലെ കാണുന്ന അവിടെ പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടി വി വെക്കുക, നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ അവിടെ പോർട്ടൊക്കെ ഉണ്ട്. ജാപ്പനീസർ ഒട്ടും സൗണ്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അവർ റൂമിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നാട്ടിലത്തെ പോലെ സൗണ്ട് ഉണ്ടാക്കി നല്ല സ്പീഡിൽ നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ഒക്കെ വരും കേട്ടോ. എനിക്ക് ഒരുപാട് തവണ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് താഴത്തെ ഫ്ലോറിൽ നിന്ന് എന്തായാലും നമ്മൾ നടക്കുന്നു എന്ന് പറഞ്ഞ പ്രശ്നം വരില്ല. പക്ഷേ സൈഡത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രശ്നം വരുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞു മോളുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അവളിങ്ങനെ ചുമരിൽ ചവിട്ടും. അപ്പോൾ അത് അപ്പുറത്തെ റൂമുകാർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് അവർ വന്ന് നമ്മുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട്. നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ഇവിടെ എല്ലാവരും ഫ്ലോർ മാറ്റ് വാങ്ങിച്ച് വിരിക്കുക ചെയ്യുക. പല ടൈപ്പിലുള്ള ഫ്ലോർ മാറ്റ് വാങ്ങിക്കാൻ പറ്റും. പല കട്ടിയുള്ള ടൈപ്പും അതുപോലത്തെയൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്ലോർ മാറ്റ് ഉപയോഗിക്കും. സൗണ്ടിൽ പാട്ട് വെക്കുന്നതോ അല്ലെങ്കിൽ കുക്കറിൻ്റെ വിസിലടിക്കുന്നതൊന്നും ജാപ്പനീസുകാർക്ക് പൊതുവേ താല്പര്യമുള്ള കാര്യമല്ല. കാരണം അവർ അത്രയ്ക്ക് സൈലൻസ് ആഗ്രഹിക്കുന്നവരാണ്. ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒന്നും ഇവിടെയുള്ള ആരും ഫോണിൽ ഉപയോഗിക്കുകയോ ഫോണിൽ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ഒന്നെങ്കിൽ അവർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതല്ലാണ്ട് മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു കാര്യം ജാപ്പനീസുകാർ ചെയ്യാറില്ല. അപ്സ്റ്റെയറിലെ വിൻഡോ തുറക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ താഴത്തെ വിൻഡോ തന്നെയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണീൻ്റെ വിൻഡോൻ്റെ കൂടെ തന്നെ എന്തുണ്ടായിരിക്കും, ചെറിയ നെറ്റ് കൊണ്ടുള്ള ഒരു വിൻഡോ കൂടെ ഉണ്ടായിരിക്കും. കാരണം ഈ നെറ്റ് ഇത് കണ്ടപ്പോൾ നെറ്റുള്ളൊരു വിൻഡോ ആണ്. ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള കാറ്റൊക്കെ ഉള്ളിലോട്ട് വരണമെങ്കിൽ വരികയും ചെയ്യാം. പക്ഷേ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നെറ്റുള്ളൊരു വിൻഡോ കൂടെ ഈ ബാൽക്കണീൻ്റെയൊക്കെ വിൻഡോൻ്റെ കൂടെ ഉണ്ടാവുന്നത്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് മാറിയിട്ട് 1 മാസത്തോളമായി. ഇപ്പോൾ തിരിച്ച് കീ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നെല്ല് കൊയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ അപ്പാർട്ട്മെൻറ്റ് അടുത്തായിട്ടൊരു എയർപോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നു. നമുക്ക് സൗണ്ട് തന്നെ കേൾക്കുകയും ചെയ്യും. തൊട്ടടുത്ത് നമുക്ക് കാണാനും പറ്റും. ഇതേ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 തവണ ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ കേടുപാടുകളുണ്ട്, എവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് അവരെ അറിയിക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ കേടാണെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെയും കൂടെ ചേർത്ത് പൈസ കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഇതിൻ്റെ റിട്ടേൺ കീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളി വന്നിട്ടുണ്ട്. ആളിരുന്നിട്ട് ചെക്ക് ചെയ്തു നമ്മുടെ ബാത്റൂം അതുപോലെ തന്നെ ഡോർ ലോക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ എത്ര രൂപ അങ്ങോട്ട് കൊടുക്കണം എന്ന്. ഇപ്പോൾ ചുമരിൽ എന്തെങ്കിലും കുട്ടികളൊക്കെ
കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ് കൊണ്ട് എന്തെങ്കിലും വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോള് മൊത്തം മാറ്റാനുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓറഞ്ച്, പിയർ, കുറേ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അവർ. ജപ്പാനിലെ അപ്പാർട്ട്മെൻറ്റുകളുടെ റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിക്ക് ചേഞ്ച് ആവും. ഒന്ന് എത്രത്തോളം ഏരിയ, അതായത് നമ്മൾ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന പോലെ എത്രത്തോളം ഏരിയ ഉള്ള അപ്പാർട്ട്മെൻ്റ് ആണ്, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പഴക്കം, ബസ് സ്റ്റോപ്പിൽ നിന്ന് എത്ര ദൂരം നടക്കാനുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരം നടക്കാനുണ്ട്, അടുത്ത് സ്കൂളുണ്ടോ, അങ്ങനെ കുറേ ഫാക്ടേഴ്സിനെ ചേർന്നിട്ടാണ് ഈ റെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. 42 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ നല്ല രീതിക്ക് റെൻറ്റ് കുറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് പ്രിവെൻഷൻ്റെ മെത്തേഡ്സ് മാൻഡേറ്ററി ആക്കിയത് 1981 മുതൽ എന്തോ ആണ്. അപ്പോൾ അതിനുശേഷമുള്ള എല്ലാ ബിൽഡിങ്ങിനും കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ടായിരിക്കും. അപ്പോൾ പഴയ ബിൽഡിങ്ങിനൊക്കെ സേഫ്റ്റി കുറവായിരിക്കും. അത് കാരണം തന്നെ അതിന് നല്ല രീതിക്ക് വാടകയും കുറയും. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു കുറച്ച് കൃഷിയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ കാണുന്ന ഓറഞ്ചൊക്കെയാണത്. ജപ്പാൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് തന്നെയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഓരോ ടൈപ്പ് വേസ്റ്റ് ആയിരിക്കും കളയേണ്ടി ഉണ്ടാവുക. അത് ഓരോ വാർഡ് ഓഫീസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ തിങ്കളാഴ്ച ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ചൊവ്വാഴ്ച വേറെ എന്തെങ്കിലും വേസ്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അവർ ഇൻഫർമേഷൻ തരും. ഫുഡ് വേസ്റ്റ് വേറെ, പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ, പ്ലാസ്റ്റിക് കുപ്പികൾ വേറെ, പൊട്ടുന്ന കുപ്പികൾ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് വെക്കേണ്ടത്. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആ പച്ച കളറിൽ കാണുന്നുണ്ടല്ലോ ഒരു നെറ്റ് ഇട്ടിട്ട്, അതാണ് വേസ്റ്റ് കളയുന്ന സ്ഥലം. നമ്മൾ അതത് ദിവസത്തെ വേസ്റ്റ് ഏതാണോ കളയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കവറിൽ കെട്ടി അവിടെ കൊണ്ടുവന്ന് വെക്കണം.